ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടം പലപ്പോഴും യുദ്ധങ്ങളാണ് മാറ്റിയിട്ടുള്ളത്. ചിലപ്പോൾ ഒരു രാജ്യത്തിന്റെ ഒരു പ്രഖ്യാപനം പോലും ലോകശക്തികളെ വിറപ്പിക്കാൻ മതിയാകുന്നു. ഇന്ന് പശ്ചിമേഷ്യയിൽ അത്തരമൊരു നിർണായകമായ നിമിഷമാണ് രൂപപ്പെടുന്നത്. സാമ്രാജ്യത്വ സമ്മർദ്ദങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും മുന്നിൽ തലകുനിയാതെ പതിറ്റാണ്ടുകളായി സ്വന്തം സ്വാധീനം സംരക്ഷിച്ചു നിൽക്കുന്ന ഒരു രാജ്യം വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സാങ്കേതിക ശേഷിയിലും സൈനിക ശക്തിയിലും സ്വന്തം കഴിവുകൾ കൊണ്ട് വളർന്ന ഒരു ശക്തിയായി ഇറാൻ വീണ്ടും ലോകവേദിയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളിലൊന്നായ അമേരിക്കയും പശ്ചിമേഷ്യയിലെ അത്യാധുനിക സൈനിക രാഷ്ട്രമായ ഇസ്രായേലിനെ നേരിട്ട് വെല്ലുവിളിക്കുന്ന ഈ പ്രഖ്യാപനം ഇന്ന് ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതൊരു സാധാരണ മുന്നറിയിപ്പല്ല, വെറുമൊരു മിസൈൽ ആക്രമണ ഭീഷണിയോ ഏതാനും ദിവസങ്ങൾ നീളുന്ന യുദ്ധമോ അല്ല. പകരം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അതിതീവ്രമായ ഒരു യുദ്ധത്തിനാണ് ഇറാൻ തയ്യാറാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. IRGC വക്താവ് അലി മുഹമ്മദ് നൈനി മാർച്ച് 8 നടത്തിയ പ്രസ്താവന ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ കുറഞ്ഞത് 6 മാസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഹൈ ഇന്റൻസിറ്റി വാർ നയിക്കാൻ ഇറാൻ സജ്ജമാണ് എന്നതാണ് ഈ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമായാണ് ഈ പ്രസ്താവനയെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ പ്രഖ്യാപനത്തെ കൂടുതൽ ഗൗരവമായി കാണാൻ കാരണം മറ്റൊരു കാര്യമാണ്. ഇറാൻ പറയുന്നത് പ്രകാരം മേഖലയിലുള്ള 200-ലധികം അമേരിക്കൻ ഇസ്രായേൽ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ അവരുടെ റഡാറിന് കീഴിലാണ് എന്നാണ് അവരുടെ അവകാശവാദം. ഇത് വെറും രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക നീക്കത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ടെന്ന സൂചനയാണ് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആധുനിക ഡ്രോണുകളും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് വലിയൊരു സൈനിക നീക്കം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ എന്ന് ഈ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നു. ഇത് പശ്ചിമേഷ്യയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, ലോക രാഷ്ട്രീയത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഇറാന്റെ സൈനിക തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം മേഖലയിലുടനീളമുള്ള അമേരിക്കൻ ഇസ്രായേൽ സൈനിക സാന്നിധ്യത്തെ തകർക്കുക എന്നതാണ്. IRGC വക്താവിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ആക്രമണ പട്ടികയിൽ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങൾ അത്യാധുനിക സൈനിക താവളങ്ങൾ, രഹസ്യാന്വേഷണ ഇന്റലിജൻസ് ഹബ്ബുകൾ, ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, യുദ്ധകാലത്ത് ഇന്ധനവും സൈനിക ഉപകരണങ്ങളും എത്തിക്കുന്ന വിതരണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. കൃത്യതയേറിയ മിസൈലുകളും ആധുനിക ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിലൂടെ ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനാണ് ഇറാൻ പദ്ധതിയിടുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രയേലിന്റെ ലോക പ്രശസ്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഈ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. അയൺ ഡോം, ആരോ പോലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായവയിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇറാന്റെ വിശ്വാസം മറ്റൊന്നാണ്. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന സാച്ചുറേഷൻ അറ്റാക്ക് വഴി ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. അതിനുശേഷം കൃത്യതയേറിയ മിസൈൽ ആക്രമണങ്ങളിലൂടെ സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ പ്രധാന ഘടകം. ഇതോടൊപ്പം ഇറാന്റെ യുദ്ധതന്ത്രത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് മൾട്ടി ഫ്രണ്ട് വാർ എന്ന ആശയം. അതായത് ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുക. ഇറാഖ്, സിറിയ, ഖത്തർ എന്നിവിടങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളും ഈ തന്ത്രത്തിന്റെ ഭാഗമായി ലക്ഷ്യമാക്കപ്പെടാം. ഒരേ സമയം പല മുന്നണികളിൽ നിന്ന് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ശത്രു സൈന്യത്തിന്റെ പ്രതിരോധ ശേഷി ചിതറിക്കാനാകുമെന്നതാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ഇതിലൂടെ മേഖലയിൽ അമേരിക്കയുടെ സൈനിക സ്വാധീനം തകർക്കാനാകുമെന്ന് ഇറാൻ കരുതുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിൽ ഇറാൻ സൈനിക സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്ന കാമിക്കാസെ ഡ്രോണുകൾ ഇറാന്റെ പ്രധാന ആയുധങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ പോലും കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഇറാന്റെ സൈനിക ശക്തിയെ കൂടുതൽ ശക്തമാക്കുന്നു. ഡ്രോണുകളും മിസൈലുകളും ചേർന്നുള്ള സ്വാം അറ്റാക്ക് തന്ത്രം പോലും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഇറാൻ. ഇറാൻ ഒറ്റയ്ക്കല്ല എന്നതും ഈ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഘടകമാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന ഒരു സഖ്യം ഇറാനെ പിന്തുണയ്ക്കുന്നു. ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ എന്നിവരാണ് ഈ സഖ്യത്തിന്റെ ഭാഗങ്ങൾ. ഈ സഖ്യത്തിന്റെ പ്രധാന തന്ത്രം ഇസ്രയേലിനെ വിവിധ അതിർത്തികളിൽ നിന്ന് ഒരേ സമയം വളയുക എന്നതാണ്. ചില വിദഗ്ധർ ഇതിനെ റിംഗ് ഓഫ് ഫയർ തന്ത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം വെറും സൈനിക വിജയം മാത്രമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നതും ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്.
തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിലെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്തുകയും വിദേശ നിക്ഷേപകരെ അകറ്റുകയും സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ ഭാഗമെന്ന് നിരീക്ഷകർ പറയുന്നു. ഇതോടൊപ്പം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഈ സംഘർഷത്തെ കൂടുതൽ ഗൗരവമാക്കുന്നു. ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/3 ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നു. ഈ പാതയിൽ അസ്ഥിരത ഉണ്ടാക്കുകയാണെങ്കിൽ ആഗോള എണ്ണവില കുതിച്ചുയരാനും ലോകമെമ്പാടും പണപ്പെരുപ്പവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കാവുന്നതാണ്. ഇറാന്റെ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങളിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട്. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. വിമാനവാഹിനി കപ്പലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിൽ വിന്യസിക്കപ്പെടുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇത് റഷ്യയും ചൈനയും പോലുള്ള വലിയ ശക്തികളെ ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിക്കാമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷാഡോ വാർ എന്നറിയപ്പെടുന്ന പരോക്ഷ യുദ്ധങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നുവെന്നാണ് ചില വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈ സംഘർഷം പൂർണ്ണരൂപത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് അഥവാ ടോട്ടൽ വാർ എന്ന ഘട്ടത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇറാന്റെ 6 മാസത്തെ യുദ്ധസന്നദ്ധ എന്നത് വെറും സൈനിക പ്രസ്താവനയല്ല, അത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു മുന്നറിയിപ്പാണ്. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും മേഖലയിൽ സൈനിക വിന്യാസങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് ഉയരുന്ന ഈ സംഘർഷം ഇസ്രായേലിനെയും അമേരിക്കയും മാത്രം ബാധിക്കുന്നതല്ല, അത് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ആഗോള സമാധാനത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണിന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഒരു കാര്യത്തിനെ ആയത്. യുദ്ധമോ അല്ലെങ്കിൽ സമാധാനമോ എന്ന ചോദ്യത്തിന് വരാനിരിക്കുന്ന ദിവസങ്ങളാണ് മറുപടി നൽകുക.